നമസ്കാരം. നമുക്കെന്നേ ലിമിറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലിമിറ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കലി ഒരു വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അപ്പൊ ഇതിലെ ബേസിക് കൺസെപ്റ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. വളരെ ബേസിക് ആയിട്ട് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചിരിക്കുന്നത് ടൈപ്പ് 1 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടേംസ് ടു 3 എക്സ് സ്ക്വയർ പ്ലസ് 4. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എക്സിന് പകരം വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും, 3 സ്ക്വയർ എക്സിന് പകരം ഇവിടെ തന്നിരിക്കുന്ന ആരാ എക്സ് ടേംസ് ടു 3 ആയതുകൊണ്ട് എക്സിന് പകരം 3 ഇട്ട് കൊടുക്കാം കേട്ടോ. 3 സ്ക്വയർ പ്ലസ് 4, അപ്പൊ 9 പ്ലസ് 4 എന്ന് വരും, ദാറ്റ് ഇസ് 13 എന്ന് വന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ലിമിറ്റ് എക്സ് ടേംസ് ടു 2 അല്ലെങ്കിൽ എക്സ് ടേംസ് ടു 3 എക്സ് ക്യൂബ് പ്ലസ് 27 ബൈ എക്സ് പ്ലസ് 3. എനിക്ക് തോന്നുന്നത് മുമ്പ് എക്സ് എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു മിസ്റ്റേക്കായി വന്നതാണ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ഇങ്ങനെയല്ല. ഇവിടെ പ്ലസിന് പകരം മൈനസ് വന്നാലാണ് നമ്മൾ അടുത്ത ടൈപ്പ് ഒക്കെ പഠിക്കുന്ന ഫോർമാറ്റിലേക്ക് മാറും. പക്ഷെ ഇതെന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് പ്ലസ് ആയി മാറിയതാണ്. അപ്പൊ നമ്മൾ കൊടുത്തു നോക്കാം, എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തു നോക്കാം. അപ്പൊ 3 ക്യൂബ് പ്ലസ് 27 ബൈ 3 പ്ലസ് 3 ഇട്ടു. അപ്പൊ 27 പ്ലസ് 27 3 ക്യൂബ് എന്ന് വെച്ചാൽ 27 ആണ്. 27 പ്ലസ് 27 ബൈ 9 വരും, 54 ബൈ 9 വന്നു. ദാറ്റ് ഈസ് അതിന്റെ ആൻസർ 6 ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുക, എക്സിന് പകരം ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ നമുക്ക് അത്ര അധികം വരണമെന്നില്ല. മറ്റു ടൈപ്പുകളിൽ നിന്നായിരിക്കും കൂടുതൽ വരാനുള്ള സാധ്യതകൾ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്താണ്, നമുക്ക് എല്ലാ പ്രോബ്ലംസും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്തുകൂടെ? പിന്നെ നമുക്ക് എന്തിനാണ് മറ്റ് ലിമിറ്റിന്റെ ടൈപ്പുകൾ പഠിക്കേണ്ടതിന് എന്താണ് ആവശ്യം? നമ്മൾ ലിമിറ്റിന്റെ അകത്ത് ഏതെങ്കിലും, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടേംസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു വിചാരിക്കുക. ഞാൻ ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് വരും, 2 സ്ക്വയർ മൈനസ് 4 ബൈ 2 മൈനസ് 2. ഇപ്പൊ മേലെ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. 4 മൈനസ് 4 0 വരും, 2 മൈനസ് 2 0 വരും. അപ്പൊ ഇങ്ങനത്തെ വാല്യൂസ് വരുമ്പോൾ, അതായത് 0 ബൈ 0, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, 0 ബൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ 0, ഇങ്ങനെയൊക്കെ പല ടേംസ് വരുന്ന സമയത്ത് ഇത്തരം വാല്യൂസ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അത് നമുക്ക് അതിനെ ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ പൊതുവെ ആര് അപ്ലൈ ചെയ്യാറുള്ളത്, ലിമിറ്റ് അപ്ലൈ ചെയ്യാറുള്ളത്. ഇതല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ തൽക്കാലം ഇത്രയും സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ മറ്റു മെത്തേഡുകളിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിനുള്ള ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ടൈപ്പില് ടൈപ്പ് 2 എന്ന് പറയുന്നത് ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ലിമിറ്റ് എക്സ് ടേംസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഈ ഫോർമാറ്റിലാണ് നമ്മുടെ ഒരു തന്നിട്ടുള്ള ഫംഗ്ഷൻ എങ്കിൽ, ലിമിറ്റ് കാണാനുള്ള ഫംഗ്ഷൻ എങ്കിൽ, അതായത് എന്താണ് പ്രത്യേകത, മുകളില് ന്യൂമറേറ്ററിൽ എക്സ് ടേം ഉണ്ടാവും, പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും, രണ്ടിനും പവർ ഉണ്ടാവും. അതേ ആൾക്കാർ തന്നെ താഴെ പവർ ഇല്ലാതെ വരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, എ റേസ് ടു എൻ ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഈ പവർ ഇറക്കിയിടാം. ഇവിടെ എ റേസ് ടു എന്നിലെ പവർ എത്ര, എൻ ആണ്. അതിനുശേഷം ഇതിന്റെ പവർ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, എ റേസ് ടു എന്നുള്ളത് മാറി എ റേസ് ടു എൻ മൈനസ് 1 ആവും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരു പ്രോബ്ലം പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ലിമിറ്റ് എക്സ് ടേംസ് ടു എക്ക് പകരം നമുക്കൊരു 2 കൊടുക്കാം. 2 എക്സ് ക്യൂബ് മൈനസ് 8 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, നമുക്കറിയുന്നത് ഇവിടെ മേലത്തെ രണ്ടും എന്തായിരിക്കണം, പവറിലായിരിക്കണം. ആ രണ്ടും സെയിം പവർ ആയിരിക്കും വേണം, അല്ലെ? പക്ഷെ ഇവിടെ 8 എന്നുള്ളത് ഒരു പവർ ടേം ആയിട്ടല്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 8നെ പവറിന്റെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റും? അപ്പൊ 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക വെച്ചാൽ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. നമുക്ക് ഈ തന്നിട്ടുള്ള ഇവിടുത്തെ എ റേസ് ടു എന്ന് പറഞ്ഞാൽ ഈ എയും ഇവിടുത്തെ പവറും കൂടെ ചേർന്നിട്ടാണ് എ റേസ് ടു എൻ ആയിട്ടുള്ളത്, അല്ലെ? അതുപോലെ ഇവിടെ നമ്മുടെ ആരാ ഉള്ളത്, 2 ഉണ്ട്. ഇവിടുത്തെ പവർ ആരാ, 3 ആണ്. അപ്പൊ നമുക്ക് ഈ 2ഉം 3ഉം കൂടെ ഒരുമിച്ച് നമുക്ക് 8ന് പകരം എന്ത് കൊടുക്കാൻ പറ്റും, ലിമിറ്റ് എക്സ് ടേംസ് ടു 2 എക്സ് ക്യൂബോട് ഓൾറെഡി ഉണ്ട്. ഇത് ഇപ്പൊ എന്തായാലും പവറിൽ തരുള്ളൂ, അതേ പവർ വേണം തൊട്ടപ്പുറത്ത് വരാനായിട്ട്. അപ്പൊ ഈ 2 റേസ് ടു 3 ആയിരിക്കും കേട്ടോ. അതായത് ഇവിടെ എക്സ് ടേംസ് ടു എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെ പവറിൽ വരിക. അപ്പൊ 2 അതുപോലെ 3 ആയതുകൊണ്ട് 2 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 2 എന്ന് വന്നു.
ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഈ തന്നിട്ടുള്ള ലിമിറ്റിന്റെ കാണാനുള്ളത് എന്താണ്, നമ്മുടെ ഈ ഇക്വേഷനെ പോലെ മാറിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ കണ്ടീഷൻ എന്താ, ഇവിടെ a⁻n ആണെങ്കിൽ n × a⁻n−1, അതായത് ഇവിടുത്തെ പവർ എത്രയാ 3 ആണ്. ആ പവർ ഇട്ടു, ആ പവർ ആദ്യം ഇറക്കിയിടാം. അതിനുശേഷം ഈ 2³ പവർ ഒന്ന് കുറയ്ക്കുക. അപ്പൊ 2³ എന്ന പവർ കുറച്ചിട്ട് എന്തേ മാറും, 2² ആവും. ഇത് ബാക്കി കാൽക്കുലേറ്റർ കണ്ടെത്തിയാൽ മതി. സോ 12 എന്ന ആൻസർ വരും. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ലിമിറ്റ് x ടേംസ് ടു 3 x⁴ - 81/x−3. അപ്പൊ എങ്ങനെ മാറ്റും, നമുക്കറിയാം ഇവിടെ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മാറ്റാം. ലിമിറ്റ് x ടേംസ് ടു 3 x⁴ - 81 നമുക്ക് എങ്ങനെ പവർ ആക്കി എഴുതാം, ഈ 3യും ഈ 4ഉം കൂടെ ചേർന്ന് 3⁴ ആവും /x−3. സോ ഇതെങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും, ഇവിടെ നോക്കൂ, ഈ ഇക്വേഷനെ പോലെയല്ലേ ഇത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3⁴ ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പവർ, ഇവിടുത്തെ പവർ എത്രയാ 4 ആണ് അല്ലെ. a⁻n ആണ് നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ. a⁻n ആണെങ്കിൽ അതിന്റെ പവർ ഇറക്കിയിടുന്നു, ദെൻ പവർ കുറയ്ക്കുന്നു. പോലെ 3⁴ ആകുമ്പോൾ അതിന്റെ പവർ എത്രയാ 4 ആണ്, ഇൻറ്റു ഇത് പവർ കുറച്ച് എഴുതാം. അപ്പോൾ 3⁻3. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഇവിടുത്തെ പവർ എത്രയാ 3⁻4 ആയതുകൊണ്ട് പവർ നമുക്ക് താഴേക്ക് ഇറക്കിയിട്ട് 4 എന്ന് എഴുതി, ഇൻറ്റു 3⁻4ന്റെ പവർ കുറച്ച് 3³ എന്ന് വരും. സോ 4 × 3³ അത് കാൽക്കുലേറ്റർ കണ്ടെത്താൻ നമുക്ക് 108 എന്ന് ആൻസർ വരും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കുന്നു അത്ര റയർ ആയിട്ട് മാത്രം കാണുന്നതാണ്. പക്ഷെ ഇതിന്റെ കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതിന്റെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ലിമിറ്റ് x ടേംസ് ടു 5 x³ - 125 ഡിവൈഡ് ബൈ x² - 25. ഓക്കെ, അപ്പൊ എന്താണ് ഈ ചോദ്യത്തിന് പ്രത്യേകത, തൊട്ടു മുതലുള്ള ചോദ്യങ്ങളും ഈ ചോദ്യങ്ങളുടെ വ്യത്യാസം എന്താ, ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ന്യൂമറേറ്ററിലും താഴെ ഡിനോമിനേറ്ററിലും എന്തുണ്ട്, പവറുകളുണ്ട് അല്ലെ. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ന്യൂമറേറ്ററിൽ മാത്രമേ പവർ പാടുള്ളൂ, ഡിനോമിനേറ്ററിൽ പവർ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇവിടെ മേലും താഴും അതിന് മുമ്പ് ഇത് നമുക്ക് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവരെ ഈ രണ്ട് കോൺസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, പവറിലേക്ക് എഴുതാം. നമുക്ക് ആദ്യം അത് എഴുതിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. സോ ലിമിറ്റ് x ടേംസ് ടു 5 ഇത് x³ മൈനസ് ഈ 125 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ 5ഉം ഈ 3യും കൂടെ ചേർന്ന് 5³ എന്ന് എഴുതാം അല്ലെ. താഴെ x² ഉണ്ട് മൈനസ് 5ഉം ഈ 2ഉം കൂടെ ചേർന്ന് 5² എന്ന് എഴുതി. അപ്പൊ ഈ രണ്ട് പവറും സെയിം ആക്കാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്പർ ഏതായിരിക്കും, ഈ തന്നിട്ടുള്ള നമ്പർ തന്നെയായിരിക്കും. അതാണ് അതിലത്തെ ആദ്യത്തെ വിഷയം. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കുമ്പോൾ മേലെ പവർ ഉണ്ട് താഴെയും പവർ ഉണ്ട് അല്ലെ. ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, പവർ ഇല്ലാത്ത ടേംസ് താഴെ വന്നാലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ x³ - 5³ നമുക്ക് ഇതേ ആള് തന്നെ പവർ ഇല്ലാത്തതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. x³ - 5³ പവർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, x - 5 എന്ന് എഴുതാം അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അതേപോലെ താഴെ നമുക്ക് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. x ടേംസ് ടു 5 x² - 5² ബൈ x - 5. നമുക്ക് ലിമിറ്റ് വരുമ്പോൾ നമുക്ക് ലിമിറ്റ് മേലും താഴെ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇതിന് താഴെ ഈ പവർ ഇല്ലാത്ത ടേംസ് വരണമായിരുന്നു. നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു, പവർ ഇല്ലാത്ത ടേംസ് കൊണ്ട് മേലും താഴും ഡിവൈഡ് ചെയ്തു. നമുക്ക് ഏതെങ്കിലും ഒരു ടേം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ഡിവൈഡ് ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇവിടെ x - 5 ഡിവൈഡ് ചെയ്തു, അതേ x - 5 കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ ഫോർമാറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 5³ ആണ്. അപ്പൊ അവിടുത്തെ പവർ 3 ആണ്, ഇൻറ്റു 5³ പവർ കുറച്ചാൽ 5² എന്ന് വരും. അതുപോലെ താഴെ 5² 2 ഇൻറ്റു പവർ കുറച്ച് 5 എന്ന് വരും. ഇത് നമുക്ക് ബാക്കി കാൽക്കുലേറ്ററിൽ കാണാം. ഓക്കെ, ഒരെണ്ണം കൂടെ ഞാൻ ചെയ്തുതരാം ഇതേ ടൈപ്പിൽ. ലിമിറ്റ് x ടേംസ് ടു 4 x⁴ മൈനസ് 256 ബൈ x³ മൈനസ് 64. അപ്പൊ നമുക്കറിയാം ഇത് തന്നിട്ടുള്ളതിൽ മേലും താഴെയും പവർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ രണ്ടിനും പവറിന്റെ ടേംസ് എഴുതണം അല്ലെ. സോ ലിമിറ്റ് x ടേംസ് ടു 4 x⁴ മൈനസ് ഈ 256ഉം 64ഉം പവർ ആക്കി എഴുതണം. എങ്ങനെ പവർ ആക്കി എഴുതും, ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. സോ 4⁴ മൈനസ് ഡിവൈഡ് ബൈ താഴെ x³ മൈനസ് 64 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4³ എന്ന് എഴുതാം. അപ്പൊ എന്ത് വരുന്നത്, മേലെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, മേലും താഴെ പവർ ഇല്ലാത്ത ടേംസും ഡിവൈഡ് ചെയ്യണമല്ലോ. x⁴ മൈനസ് 4⁴ ബൈ x³ മൈനസ് ഡിവൈഡ് ചെയ്യണം. അവിടെ x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ മേലെ x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, ഇവിടുത്തെ അവിടെ x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. എന്തുകൊണ്ട് x - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം,
ഇതേ തന്നെ പവർ ഇല്ലാത്ത ആൾ വന്നാലാണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ താഴെ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ക്യൂബ് മൈനസ് 4 ക്യൂബ് ബൈ എക്സ് മൈനസ് 4. ഓക്കെ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു 4 ക്യൂബ് ബൈ, അല്ലേ, ഇവിടുത്തെ പവർ 4 ആണ്, അത് ഇറക്കിയിട്ടു. ദെൻ പവർ കുറച്ച് 4 ക്യൂബ് ബൈ, ഇവിടുത്തെ പവർ എത്ര 3 ആണ്, ഇൻറ്റു 4 ക്യൂബിന്റെ പവർ കുറച്ച് 4 സ്ക്വയർ ആണ്. ഇത് ബാക്കി നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ടൈപ്പിലെ കുറച്ചും കൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ലിമിറ്റ് എക്സ് ടേംസ് ടു 0 നമുക്ക് എങ്ങനെ വരികയാണ്? √1 + x - 1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ പവറിന്റെ ടേംസിലേക്ക് മാറ്റണം. ലിമിറ്റ് എക്സ് ടേംസ് ടു 0 എന്ത് ചെയ്യാൻ പറ്റും? 1 + x അത് പറയാം. √x എന്ന് പറഞ്ഞാൽ നമുക്ക് x⁻² എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സോ √1 + x നമുക്ക് എങ്ങനെ എഴുതാം? 1 + x⁻². ഇത് പവറിലായി. താഴെ ഇനി 1നെ നമുക്ക് എന്ത് ചെയ്യാം? 1⁻² എന്ന് എഴുതാം കേട്ടോ. 1 എന്ന് വെച്ചാൽ നമുക്ക് ഏത് പവർ വേണമെങ്കിലും എഴുതാം. 1ന്റെ ഏത് പവർ എടുത്താലും ഉത്തരം 1 ആണ്. അതുകൊണ്ട് 1നെ നമുക്ക് 1⁻² എഴുതാം. താഴെ എക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോർമാറ്റ് എന്താ? x⁻n - a⁻n ബൈ x - a വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മേലെ പവർ വേണം, അതേ ആളുകൾ തന്നെ താഴെ പവർ ഇല്ലാതെ വേണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ലിമിറ്റ് എക്സ് ടേംസ് ടു 0 നമുക്ക് ഇതേ ടേംസ് തന്നെ താഴെ പവർ ഇല്ലാതെ വന്നാൽ മതിയല്ലോ. സോ 1 + x⁻² മൈനസ് 1⁻². താഴെ ഈ എക്സിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കാം, 1 സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അത് രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് തന്നെ വരും. അപ്പം അങ്ങനെ നമുക്ക് ഒരു നമ്പർ ആഡ് ചെയ്ത് അതേ സമയം അത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ കുഴപ്പമില്ല. അപ്പം നോക്കൂ, ഇപ്പോൾ നമുക്ക് എന്തായി? സെയിം ടേംസ് മേലെ പവർ ഉള്ളതുണ്ട്, താഴെ പവർ ഇല്ലാത്തതുണ്ട്. പക്ഷേ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒറ്റ ടൈമല്ലേ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലിമിറ്റ് എക്സ് ടേംസ് ടു a എന്നുള്ള ഫോർമാറ്റും ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ 1 ആണ്, പക്ഷേ ഇവിടെ 0 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ 1 + x പകരം ഈ ബ്രാക്കിൽ ഇങ്ങനത്തെ ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പകരം അപ്പോൾ 1 + x⁻² ഇനി ആവണമെന്നില്ല, വേണമെങ്കിൽ 5 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്രാക്കിൽ എന്താണുള്ളത് അതിന് പകരം വേറൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഞാൻ കൊടുക്കുകയാണ്. ലെറ്റ് t = 1 + x. അപ്പോൾ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഈ 1 + x പകരം t ആവും കേട്ടോ. t⁻² മൈനസ് 1⁻² ബൈ എന്തായി മാറും? t - 1 1 + x എന്ന് t ആയില്ലേ? പക്ഷെ ഇക്വേഷനിലെ ലിമിറ്റ് t ടേംസ് ടു എന്നല്ലേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ x ആണുള്ളത്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. എക്സിനെ മാറ്റി t ആക്കുമ്പോൾ വെൻ x = 0 എക്സിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് ടിയുടെ വാല്യൂ എത്രയായിരിക്കും? ടി എന്ന് വെച്ചാൽ 1 + x അല്ലേ? സോ 1 + 0 = 1 എന്ന് വരും, അല്ലേ? അപ്പോൾ ഈ ലിമിറ്റ് മാറിയിട്ട് t ടേംസ് ടു 1 എന്നാവും. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. പവറിൽ എന്താ കിടക്കുന്നത്? പവറിലുള്ള ടേം അല്ലേ ആദ്യം എഴുതണ്ടേ? 1/2 ഇൻറ്റു 1 പവർ കുറച്ച് എഴുതാം, 1/2 - 1. പിന്നെ 1ന്റെ പവർ ഏത് വന്നാലും ആൻസർ 1 ആയതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. സോ ആൻസർ 1/2 എന്നായിരിക്കും. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള പ്രോബ്ലംസും കൂടെ എക്സിന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. നമുക്ക് തേർഡ് ടൈപ്പ് നോക്കാം. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ബേസ്ഡ് തന്നെയാണ്. അതായത് ലിമിറ്റ് എക്സ് ടേംസ് ടു 0 sin x by x = 1. ഇതിന് പകരം തീറ്റ ആകാം. തീറ്റ ടേംസ് ടു 0 എന്നായിരിക്കാം. sin θ by θ = 1 എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഉള്ള ആംഗിൾസ് സൈനിന്റെ കൂടെ എന്ത് ആംഗിൾ ഉണ്ടോ അതേ ആംഗിൾ താഴെ വരികയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 1 എന്ന് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടേംസ് ടു 0 ആ ആംഗിൾ ടേംസ് ടു 0 ആയിരിക്കണം. ഇപ്പം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടേംസ് ടു 0 sin 3x by 3x. അപ്പം എന്താ പ്രത്യേകത? ഈ ഒരു ആംഗിൾ തന്നെയാണ് താഴെ കിടക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം അതേ ആംഗിൾ താഴെയാണെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം. ഇനി ചില സമയത്ത് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ലിമിറ്റ് എക്സ് ടേംസ് ടു 0 തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ എക്സ് ടേംസ് ടു 0 എന്നുള്ളത് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇവിടെ 3x ആണെങ്കിൽ ഇവിടെ നമുക്ക് 3x ഇട്ട് കൊടുക്കാം. കാരണം എക്സ് ടേംസ് ടു 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക് 3x ടേംസ് ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് പ്രശ്നമല്ല. രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ അത് വാല്യൂ 1 എന്ന് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം sin 5x by x ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്തല്ല? സെയിം അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് 1 കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾക്ക് താഴെ എക്സിനോടൊപ്പം ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ വാല്യൂ കൊണ്ട് എവിടെ മൾട്ടിപ്ലൈ? ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായി മാറും ഇത്? നമുക്ക് ഇവിടെ നോക്കൂ,
ഇത്രയും പോർഷൻ്റെ ആൻസർ എന്തായി പോകും? ഈ പോർഷൻ്റെ നമുക്ക് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 5x ആൻസർ 1 ആണ്. ഇൻറ്റു ഇവിടെ ഒരു 5 ഉണ്ട്. സോ 1 × 5 നമുക്ക് എന്ത് വരും? ആൻസർ 5 എന്ന് വരും. ഓക്കെ, അപ്പം ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെറിയ മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി ഇതിൽ തന്നെ വേറൊരു ടൈപ്പ് ലിമിറ്റ്, ഞാൻ എൻ്റെ അധികം ടൈപ്പുകൾ ചെയ്യുന്നില്ല, കാരണം ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് വന്നാലും ചെയ്യാൻ പറ്റും. നല്ലപോലെ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ mx ബൈ സൈൻ nx. അതായത് മേലും സൈൻ ടേം ആണ്, താഴെയും സൈൻ ടേം ആണ് അല്ലേ? അപ്പം നമുക്കറിയാം സൈൻ്റെ ടേം ഉണ്ട്, പക്ഷെ താഴെ ആരെ പാടുള്ളൂ? ഒരു ആംഗിള്, ഇവിടെയുള്ള ആംഗിൾ തന്നെ താഴെ വരുന്നാലേ നമുക്ക് 1 എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം മേലും സൈൻ ടേം ആണ്, താഴെയും സൈൻ ടേം ആണ്. അപ്പം നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ സൈൻ mxന്റെ താഴെ mx വന്നാലല്ലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ mx ഇട്ട് കൊടുക്കുക. പക്ഷെ അങ്ങനെ വെറുതെ താഴെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതേസമയം ഇൻറ്റു ചെയ്താലും മതി. നമ്മൾ എന്ത് താഴെ ഇട്ട് കൊടുക്കുന്നോ അത് തന്നെ ഇൻറ്റു ചെയ്യാം. അപ്പം മേലെ നമ്മൾ ചെയ്തല്ലോ, അതേപോലെ താഴെയും ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ nx ബൈ nx ഇൻറ്റു nx. അപ്പം നമുക്ക് ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ മേലത്തെ നോക്കൂ, ഈ ആംഗിൾ സെയിം ആണ്. അപ്പം നമുക്ക് ഇത് 1 എന്ന് കൊടുക്കാം. ഇൻറ്റു ഇവിടെ പ്രത്യേകത വെച്ചാൽ ഈ എക്സും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1 × m ബൈ താഴെ ഇതുപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് 1 ആണ്, 1 × n. സോ വിച്ച് ഈസ് ഈക്വൽ ടു m/n എന്ന് വരും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് സാധാരണ കാണാറുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. 1-2 കൂടെ ഉണ്ട് ഇത് ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ഇൻറ്റു കോസ് എക്സ് ബൈ എക്സ്. അപ്പം നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഇക്വേഷനുള്ള സൈൻ ആണല്ലോ. അപ്പോൾ നമുക്ക് സൈൻ്റെ ടേം മാത്രം ആദ്യം ഒന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ എക്സ് കൊടുത്തു. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആര് വേണം? ഈ 2x തന്നെ താഴെ വന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഒരു 2 ഇട്ട് കൊടുക്കുക. അതേ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഈ സൈൻ്റെ ടേമുകളെല്ലാം ക്ലിയർ അല്ലേ? ഇനി ബാക്കി ഒരാളും കൂടി ഉണ്ട് അവിടെ. ആരാളുള്ളത്? അത് കോസ് എക്സ് ആണ് അല്ലേ? അതും കൂടെ ബാക്കിയുള്ളത് എഴുതാം. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് എന്താ വരിക? ഈ ടേം എല്ലാം 1 ആയി പോകും. സോ 1 ഇൻറ്റു 2 ഇൻറ്റു ഇനി എക്സിന് പകരം 0 കൊടുക്കുക. ഈ കോസിൽ എക്സിന് പകരം 0 കൊടുക്കുക. കോസ് 0 എന്നാവും. സോ 1 × 2 × കോസ് 0. കോസ് 0ൻ്റെ ആൻസർ 1 ആണ്. അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി കണ്ടെത്തുക. 1 ആണ്. സോ ഇത്ര എന്ത് വരും? 2 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇപ്പോൾ പഠിച്ചതിൽ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാണ്ട്, അല്ല ഒരു ക്വസ്റ്റ്യൻ കൂടെ, ടൈപ്പ് അല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 2x ബൈ എക്സ് സ്ക്വയർ. ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് സംശയം, കാരണം സൈൻ്റെ ടേംസ് ഒന്നും തന്നെ ഇല്ല. ഇതുവരെ കണ്ടതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, സൈൻ്റെ ടേംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെയാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഒരു ഇക്വേഷൻ ആവശ്യം വരുന്നത്. ഈ 1 മൈനസ് കോസ് 2xനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഇത് ശരിക്കും 1 മൈനസ് കോസ് 2 ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മുടെ ട്രിഗണോമെട്രി പഠിക്കുന്നുണ്ട്. 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് കൊടുക്കാം. ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിന് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 1 ആവും, ഈ ടേം 1 ആവും അല്ലേ? സെയിം ആംഗിൾസ് അല്ലേ മേലും താഴെയുള്ളത്. സോ 2 ഇൻറ്റു 1 ഇൻറ്റു 1. സോ ആൻസർ 2 ആണ്. അപ്പോൾ പെട്ടെന്ന് അത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായൊരു പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്ക് ഇനി നോക്കേണ്ടത് ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടേംസ് ടു ഇൻഫിനിറ്റി വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, 1/∞ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ എക്സ് ടേംസിനെയും നമുക്ക് 1/, ഫോർമാറ്റിലേക്ക് മാറ്റാം. അതായത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഒരു ചോദ്യം നോക്കാം. ലിമിറ്റ് എക്സ് ടേംസ് ടു ഇൻഫിനിറ്റി 2x² പ്ലസ് എക്സ് പ്ലസ് 1 ബൈ x² മൈനസ് 2x പ്ലസ് 1. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇൻഫിനിറ്റി വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിലത്തെ മൊത്തം എക്സ് ടേംസ് പരിശോധിക്കാം.
മൊത്തം എക്സ് ടേംസ് പരിശോധിച്ചിട്ട് അതിലത്തെ ഏറ്റവും ഹയസ്റ്റ് എക്സിന്റെ പവർ എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ എക്സ് അല്ലെ, ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പവർ വന്നിരിക്കുന്ന ആരാ? എക്സ് സ്ക്വയർ ആണ്. മൊത്തം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരിശോധിക്കാൻ തന്നെ എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ എല്ലാ ടേമിനെയും ആ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ എക്സ് ക്യൂബ് ആണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ് ക്യൂബ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ എല്ലാത്തിനും എക്സ് സ്ക്വയർ ആണ് ഏറ്റവും മേലെയും എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ്, താഴെ എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ്. സോ എക്സ് സ്ക്വയറിന് മുഴുവൻ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ വരും. അതുപോലെ താഴെ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ വരും. ക്ലിയർ അല്ലേ? അപ്പൊ ലിമിറ്റ് എക്സ് ടേംസ് ടു ഇൻഫിനിറ്റി, ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ കട്ട് ചെയ്ത് പോകും അല്ലേ. അതുപോലെ ഇവിടെ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്താവും? എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എക്സ് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഒരു എക്സ് വെട്ടിപ്പോവും. സോ 1 ബൈ എക്സ് ആകും. അപ്പൊ ഇവിടെ എന്തായി? 2 ഇൻറ്റു 1 അത് 2, കാരണം എക്സ് സ്ക്വയർ വെട്ടി പോയാൽ ബാക്കി 1 ആണ്. അപ്പൊ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു 1 2 ആയി. ഇവിടെ എന്ത് വരും? 1 ബൈ എക്സ് വരും. അതുപോലെ ഇവിടെ എന്തായി മാറും? 1 ബൈ എക്സ് സ്ക്വയർ ആവും. താഴെ ഇത് വെട്ടിക്കളഞ്ഞാൽ 1 ആയി. ഇവിടെ എക്സ് വെട്ടിക്കളഞ്ഞാൽ 2 ബൈ എക്സ് ആവും. അതുപോലെ 1 ബൈ എക്സ് സ്ക്വയർ ആവും. ഇനി നമ്മൾക്ക് എക്സിന് പകരം എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി കൊടുക്കാം. ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരാം? 2 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി സ്ക്വയർ ബൈ 1 മൈനസ് 2 ബൈ ഇൻഫിനിറ്റി പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി സ്ക്വയർ. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വന്നാൽ ആ ആൻസർ എന്തായി പോകും? 0 ആയി പോകുന്നത് കൊണ്ട് ഇതൊക്കെ 0 ആയി പോകും. ബാക്കി ആരുണ്ട്? മേലെ 2ഉം താഴെ 1ഉം ഉണ്ട്. സോ 2 ബൈ 1 ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലിമിറ്റിന്റെ അകത്ത് ഇൻഫിനിറ്റിയുടെ പ്രോബ്ലംസിൽ ചെയ്യേണ്ടത്. ഞാൻ ഒരെണ്ണം കൂടി ഇതിന്റെ ടൈപ്പ് കാണിച്ചു തരാം കുറച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലിമിറ്റ് എക്സ് ടേംസ് ടു ഇൻഫിനിറ്റി, ചെറിയൊരു പ്രോബ്ലം ആണിത്. 7 മൈനസ് എക്സ് ബൈ 3x പ്ലസ് 1. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മേലും താഴെ നോക്കുമ്പോൾ എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ ആകെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മുഴുവൻ ടേമിനെ എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 7 ബൈ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ബൈ 3x ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ്. അപ്പൊ എന്തായി മാറും? ഇത് ലിമിറ്റ് എക്സ് ടേംസ് ടു ഇൻഫിനിറ്റി 7, നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്തായി മാറും? 7 ബൈ ഇൻഫിനിറ്റി മൈനസ് എക്സ് ബൈ എക്സ് എന്തായി പോകും? 1 ആയി പോകും. താഴെ എക്സും കട്ട് ചെയ്ത് പോയി 3 വരും പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി. ഇനി താഴെ ഇൻഫിനിറ്റി ഉള്ള ഈ ടേംസ് എല്ലാം എന്തായി പോവാണ്? 0 ആയി പോവാണ് ചെയ്യുക. സോ മൈനസ് 1 ബൈ 3 വരും. ഓക്കെ, ഇത് 0ഉം ഇതും 0, ബാക്കി മൈനസ് 1ഉം താഴെ 3ഉം കൂടെ മൈനസ് 1 ബൈ 3. ഓക്കെ, ഇത്രയൊക്കെയാണ് ലിമിറ്റിന്റെ പ്രോബ്ലംസ് നമുക്ക് പൊതുവെ കണ്ടുവരുന്നത്.